എല്ലാവർക്കും നമസ്കാരം. അടുത്ത ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. നിത്യതൃപ്ത ഭക്തനിധിർ നിയന്ത്രി നിഖിലേശ്വരി മൈത്രാദി വാസാനലഭ്യ മഹാപ്രളയസാക്ഷിണി. നിത്യതൃപ്ത, എല്ലായ്പ്പോഴും തൃപ്തിയായിട്ട് ഇരിക്കുന്നവൾ. അതായത് ഭക്തന്മാരിൽ എപ്പോഴും തൃപ്തിയുള്ളവൾ. ഭക്തന്മാരെന്ത് സമർപ്പിച്ചാലും അത് വളരെ തൃപ്തിയോടുകൂടി സന്തോഷത്തോടു കൂടിയിട്ട് സ്വീകരിക്കുന്നവൾ. ഭക്തനിധി, സ്വന്തം ഭക്തന്മാർക്ക് നിധിയായിട്ടിരിക്കുന്നവൾ. ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ദേവിയാണ് ഏറ്റവും വലിയ നിധി. ആ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നവൾ. നിയന്ത്രി, പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും സർവചരാചരങ്ങളെയും നിയന്ത്രിക്കുന്നവൾ. നിഖിലേശ്വരി, എല്ലാത്തിൻ്റെയും അതീശ്വരിയായിട്ട് ഇരിക്കുന്നവൾ. മൈത്രാദി വാസാനലഭ്യ, ജന്മവാസനകളായ മൈത്രി മുതലായ ഗുണങ്ങളെ കൊണ്ട് പ്രാപിക്കാൻ സാധിക്കുന്നവൾ. മൈത്രി എന്ന് പറഞ്ഞാൽ സ്നേഹം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ മൈത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹമാണ്. ആ മൈത്രി ഭാവത്തോട് കൂടിയിട്ട് ദേവിയെ എന്ത് ചെയ്യാൻ പ്രാപിക്കാൻ സാധിക്കും. ദേവിയെ നമുക്ക് ദേവിയുടെ അടുത്തേക്ക് എത്താൻ സാധിക്കും. മഹാപ്രളയസാക്ഷിണി, മഹാപ്രളയത്തിന് സാക്ഷിയായിരിക്കുന്നവൾ. അതായത് മഹാപ്രളയമാകുന്ന അവസ്ഥയ്ക്ക് സാക്ഷിയായി ഇരിക്കുന്നവൾ. പരാശക്തി, എന്താണ്? എല്ലാ ശക്തികളുടെയും ഏറ്റവും ശ്രേഷ്ഠവും മഹത്തരമായിട്ടുള്ള ശിവശക്തിയായവൾ. പരാശക്തി, പരാശക്തി എന്ന് പറഞ്ഞ മന്ത്രത്തിൻ്റെ അപ്പുറത്തൊരു ശക്തി ഇല്ല. പരമമായ ശക്തിയായിരിക്കുന്നവൾ. പരാനിഷ്ഠ, ഏറ്റവും ദൃഢമായ സ്ഥിതിയോടുകൂടി ഇരിക്കുന്നവൾ. പ്രജ്ഞാന ഘനരൂപിണി, ഘനീഭവിച്ച അല്ലെങ്കിൽ ഏറ്റവും സാന്ദ്രമായിരിക്കുന്ന ജ്ഞാനത്തിൻ്റെ രൂപത്തിൽ വർത്തിക്കുന്നവൾ. മാദീപനാലസ, മദ്യലഹരി കൊണ്ട് ആലസ്യം പൂണ്ടവർ. അല്ലെ, മധു, അതായത് ഇവിടെ തേന പറയുന്നത്. തേനിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒരു തരം മദ്യമാണ് മാധി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മദ്യം എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? ഭക്തി തന്നെയാണ് ലഹരിയായിരിക്കും. മദ്യം എന്ന് പറയുമ്പോൾ ലഹരിയാണ്. എന്താണ് ലഹരി? ഭക്തിയാണ്. അപ്പോൾ ഭക്തിയുടെ ലഹരി കൊണ്ട് അല്ലെങ്കിൽ ആ ഉന്മാദ അവസ്ഥയിൽ നിൽക്കുന്നവൾ എന്നും ഭക്തന്മാരെ ഭക്തിയുടെ ആ ലഹരിയിലേക്ക് എത്തിക്കുന്നവൾ എന്നും പറയാം. മത്ത, എന്താണ്? ഉത്സാഹഭരിതയായിട്ടുള്ളവൾ. മത്ത, പരമമായ ആനന്ദത്തിൽ പരമാനന്ദാധിക്യത്താൽ മതിമറന്നവൾ, തന്നെ മറന്നവൾ. എന്തുകൊണ്ട്? ഭക്തിയുടെ ലഹരിയിൽ. മാതൃക വർണ്ണരൂപിണി, ആകാരാദിക്ഷകാരാന്തമായിരിക്കുന്ന 51 മാതൃകാവർണ്ണങ്ങളുടെ രൂപത്തിൽ വർത്തിക്കുന്നവൾ. മഹാകൈലാസനിലയ മൃണാള മുതോല്ലത മഹനീയാദയാമൂർത്തി മഹാസാമ്രാജ്യശാലിനി. മഹാകൈലാസനിലയ മൃണാള മുതോല്ലത മഹനീയാദയാമൂർത്തി മഹാസാമ്രാജ്യശാലിനി. എന്താ? മഹാകൈലാസനിലയ, മഹാകൈലാസം നിലയായിരിക്കുന്നവൾ. ദേവി എവിടെയാണ് വസിക്കുന്നത്? മഹാകൈലാസത്തിലാണ് വസിക്കുന്നത്. ആ മഹാകൈലാസം വാസസ്ഥാനം ആയിരിക്കുന്നവൾ. ഇവിടെ പറയുന്നുണ്ട്, കൈലാസത്തേക്കാൾ ശ്രേഷ്ഠവും പരമശിവന്റെ വാസം കൊണ്ട് ശിവപുരാണാദികളിൽ പ്രസിദ്ധവുമായ ലോകമത്രേ മഹാകൈലാസം. അപ്പോൾ ആ മഹാകൈലാസത്തിൽ വസിക്കുന്നവൾ. മൃണാള മൃദുധോർലത, താമര വളയം പോലെ മാർദ്ധവമേറിയ 2 കൈകളോടു കൂടിയവൾ. മഹനീയ, പൂജിക്കപ്പെടുവാൻ യോഗ്യയായവൾ. മഹനീയമായവൾ, മഹത്വവൽക്കരിക്കവൾ, മഹത്വം ഉള്ളവൾ. ദയാമൂർത്തി, ദയയുടെ മൂർത്തിമത് ഭാവമായവൾ. എല്ലായ്പ്പോഴും ദയോടുകൂടി ഇരിക്കുന്നവൾ. മഹാസാമ്രാജ്യശാലിനി, പ്രപഞ്ചമാകുന്ന മഹാസാമ്രാജ്യത്തിൻ്റെ അതീശ്വരി ആയി ഇരിക്കുന്നവൾ.